ഏട്ടന് വർഷങ്ങളോളമായി ഇഷ്ടത്തിലാണ്. അത് ഒരാൾക്ക് മാത്രമേ അറിയുള്ളൂ, ചേച്ചിക്ക് മാത്രമേ അറിയുള്ളൂ. ചേച്ചി ഒന്നും മിണ്ടാണ്ട് വെക്കായിരുന്നു കുത്തുണ്ടെങ്കിൽ. നിങ്ങൾ വീഡിയോ കണ്ടില്ലേ? ഇത് ഇന്നലെ മുതൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ്. എന്താ പറയുക, ചേച്ചീൻ്റെ ഭർത്താവിൻ്റെ കൂടെ അനിയത്തി ഒളിച്ചോടിപ്പോയി. അവൾ അഭിമാനത്തോട് പറയുന്നുണ്ട്, എൻ്റെ ചേച്ചിക്ക് മാത്രമേ ഇത് അറിയത്തുള്ളൂ എന്ന്. പാവം ഇവൾക്ക് കല്യാണ ആലോചന വന്നപ്പോൾ ഇവൾ സമ്മതിച്ചപ്പോൾ അവൾ കുറച്ച് ആശ്വസിച്ചിട്ടുണ്ടാവും. കാരണം ഇനിയെങ്കിലും എൻ്റെ ഭർത്താവ് എനിക്ക് കിട്ടുമല്ലോ. അപ്പോൾ ഒരു വീഡിയോയിൽ ഞാൻ കേട്ടു, എന്താ വെച്ചാൽ ചേച്ചിക്ക് എന്താ പറയുക, അറിഞ്ഞിട്ടും എന്തിനാണ് സപ്പോർട്ടായിട്ട് നിന്നത്, അന്ന് തന്നെ അടിച്ച് ഓടിക്കാൻ പാടില്ലായിരുന്നു എന്ന്. കാരണം ഇപ്പോഴത്തെ പല ആൾക്കാരും പല പെണ്ണുങ്ങളും വിചാരിക്കുന്ന വെച്ചാൽ ഇങ്ങനെ എന്താ പറയുക, 3 മക്കളുണ്ട്, അത് വയ്യാതാരായി പോവും, ലൈഫ് വഴിമുട്ടി പോകും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇതുപോലത്തെ കുറേ കാര്യങ്ങളൊക്കെ മറച്ചു പിടിക്കുന്നത്. ഈ അനിയത്തി എന്നുള്ളത് എനിക്ക് അവരെ വീഡിയോ കണ്ടിട്ട് മനസ്സിലായിട്ടുള്ളതെന്ന് വെച്ചാൽ, അപ്പോൾ ആ ചേച്ചി വിചാരിച്ചിട്ടുണ്ടാവും, ഇവൾ കല്യാണത്തിനൊക്കെ സമ്മതിച്ചപ്പോൾ അവൾ വിചാരിച്ചിട്ടുണ്ടാവും ഈ മരണം പോവുമല്ലോ, അതിൻ്റെ ശേഷം എൻ്റെ ഭർത്താവ് ശരിയായിക്കോളൂ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം ഒന്നും ആരോടും പറയാതിരുന്നത്. ഭർത്താവിനെ നന്നാക്കാൻ വേണ്ടിയിട്ട് പല ലേഡീസും തത്രപ്പാട് പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവാം, എന്തായാലും ഇവൾക്ക് കല്യാണമാണല്ലോ, ഇവളെന്തായാലും പോവുമല്ലോ, അതിൻ്റെ ശേഷം ഇവരെ നന്നാക്കി എടുക്കാമെന്ന് പാവം വിചാരിച്ചിട്ടുണ്ടാവും. കല്യാണമൊക്കെ വരുമ്പോൾ ആൾ നല്ലോണം സമാധാനത്തോടെ സന്തോഷത്തോടെ ഇരുന്നിട്ടുണ്ടാവും, കാരണം ഈ മാരണം പോവുമല്ലോ എന്നുള്ള വിചാരത്തിൽ. എന്നാലും 1.5 പണി തന്നെയാണ് ചേച്ചിക്ക് കിട്ടിയിട്ടുള്ളത്. പക്ഷെ ഇവൾ ആലോചിക്കേണ്ടത്, ചേച്ചിയും സ്വന്തം 3 മക്കളെ ആൾ വിട്ട് ഇവളെ കൂടെ പോയിട്ടുണ്ടെങ്കിലും നാളെ ഇവളും വെയിറ്റ് ചെയ്തിട്ടിരിക്കട്ടെ, ഇവൾക്കും ഇതുപോലത്തെ പണി കിട്ടും എന്നുള്ളത്. അപ്പോൾ ഇവൾ സമാധാനത്തോടൊന്നും ഇരിക്കേണ്ട, എന്തായാലും എൻ്റെ അവന് കിട്ടിയല്ലോ എന്നുള്ളൊരു സമാധാനത്തിലൊന്നും ഇരിക്കേണ്ട. കാരണം ഇത് വയ്യ വരുന്ന പണി, അവൻ്റെ മുഖം കണ്ടാലേ മനസ്സിലാവുന്നുണ്ട് ആൾ പച്ചക്കള്ളനാണെന്നുള്ളത്. അപ്പോൾ എന്താ പറയുക, ഇതുപോലത്തെ ഒരു ന്യൂസൊക്കെ ഒരുപാട് ന്യൂസ് കേൾക്കുന്നതിൻ്റെ ഇടയിൽ ഇതൊരു വെറൈറ്റി ന്യൂസ് തന്നെയാണ്. സ്വന്തം ഏട്ടൻ്റെ പോലെ കരുതേണ്ട ആളെ കൂടെ ഒളിച്ചോട് പോവുക. പക്ഷേ അപൂർവമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഇതുപോലത്തെ ന്യൂസുകൾ ഇടയ്ക്കിടെ വരുന്നുണ്ട്. കുറച്ച് കാര്യങ്ങൾ പുറം ലോകമൊന്നും അറിയുന്നില്ല, കുറച്ച് കാര്യങ്ങളെല്ലാം പുറം ലോകം അറിയുന്നുണ്ട്. പക്ഷെ ഇവളെ സമ്മതിക്കണം, ഇവളെ തൊലികെട്ടി സമ്മതിക്കണം. ഇവള് വീഡിയോയിൽ കൊഞ്ചുന്നു, കൊയലുന്നു, കരയുന്നു. ഇതൊക്കെ ഒരു എന്താ പറയുക, ഇവൾക്ക് ഒരു ഉളുപ്പ് എന്ന ഒരു സാധനം ഇല്ലേ? ഒരു ഉളുപ്പെന്നുണ്ടെങ്കിൽ ഇവളിങ്ങനെ സ്വന്തം ചേച്ചിയുടെ ഭർത്താവിനെ തട്ടിക്കൊണ്ട് പോകുമ്പോൾ ഇവൾക്കൊരു ഉളുപ്പെന്നുണ്ടെങ്കിൽ അവളൊരു വീഡിയോ ഇടുവോ? ഇവളത്തെ ചെറ്റയായതുകൊണ്ടല്ലേ. അപ്പം മോളെ, ഞാനൊരു കാര്യം പറയട്ടെ, നീ എവിടെയും ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റുമെന്ന് നീ കരുതണ്ട. നീ അവൻ്റെ കൂടെ പോയത് സന്തോഷത്തിൽ ജീവിക്കാനാണെങ്കിൽ നിനക്ക് ജീവിതത്തിൽ ആ സമാധാനം കിട്ടാൻ പോണില്ല. പിന്നെ നിന്നെ കെട്ടാൻ വരുന്ന ചെക്കൻ്റെ ഒരു ദിവസം മുമ്പ് തന്നെ, കല്യാണത്തിന് ഒരു ദിവസം മുമ്പ് തന്നെ ഓടിപ്പോയത് ആ ചെറുക്കൻ പാവം എന്തെങ്കിലും നല്ല കാര്യം ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കാം പാവം നിനക്ക് ആ ഒരു ദിവസം മുമ്പ് തന്നെ ഓടിപ്പോകാനുള്ള മനസ്സ് നിനക്ക് തോന്നിയത്. ആ ചെറുക്കനും രക്ഷപ്പെട്ടു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതുപോലത്തെ കുഴിയിലേക്ക് വീഴാതിരിക്കാൻ നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ഓരോ ആൾക്കാരെ ജീവിതം ഇങ്ങനെ നശിപ്പിച്ച് പോകണം? അത് സ്വന്തം ചേച്ചിയല്ലേ. ഒരു കൂടപ്പറപ്പുകളെന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാം ഷെയർ ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നമ്മളെ കൂടപ്പറപ്പിനാണ്, എന്നും നമ്മൾ വിശ്വസിക്കുന്നത് നമ്മളെ കൂടപ്പറപ്പിനാണ്. അവരെ തന്നെ നിങ്ങൾ ഈ ചതിക്കുമ്പോൾ പിന്നെ അവൾക്ക് താങ്ങാൻ പറ്റുമോ? അപ്പോൾ ഇത് നീ ചെയ്തത് 1.5 ചതി തന്നെയാണ്. അത് നിനക്ക് പിന്നാലെ തിരിച്ച് കിട്ടിക്കോളും.